ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗവിയിലോട്ടാണ്. 7 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് തിരിച്ചു. അടൂരിൽ നിന്ന് 8 മണിയൊക്കെ ആവുമ്പോൾ ആങ്ങമൊഴി എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡേ പാസ്സാണ് എടുത്തിരിക്കുന്നത്. അവിടെ സ്റ്റേയുടേത് നമുക്ക് കിട്ടിയില്ല. 6 മണിക്കകം ഒന്ന് ഇറങ്ങണം. ഇനി നമുക്ക് ആ ചെക്ക് പോസ്റ്റ് എത്താറാകുമ്പോൾ കാണാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വരാം. ഇതൊരു 5-6 മാസം മുന്നെയാണ് ഞാൻ ഗവിയിൽ പോയത്. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. നമ്മൾ ഓൾറെഡി 100 രൂപ കൊടുത്തിട്ട് ഡേ പാസ് പെർ ഹെഡ് കൊടുത്താണ് വന്നത്. പിന്നെ അവിടെ ചെന്നിട്ടാണ് നമുക്ക് ഒരു റെസീപ്റ്റും കാര്യങ്ങളൊക്കെ തരും. അത് നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ചോദിക്കുമ്പോഴും കാണിക്കേണ്ടതാണ്. അപ്പം ഇതാണ് ആ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. അതേപോലെ 2 ആൻറ്റിമാർ അവിടെ നിൽപ്പുണ്ടായിരിക്കും. അവരുടെ നമുക്ക് പൊതിച്ചോറ് വാങ്ങുന്നതാണ്. നേരത്തെ കാണിച്ചിടയില്ലേ, അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യണം. അതിനകത്ത് നമ്മുടെ പേര്, അഡ്രസ്സ്, പിന്നെ നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടുണ്ടോ, കവറുണ്ടോ, മറ്റേ പേപ്പർ പ്ലേറ്റോ ഗ്ലാസ്സോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഒക്കെ കൊടുക്കണം. അവരുടെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ കുരുമുളക്, പെയിൻ ബാം, അങ്ങനെ എണ്ണ, തേന്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ മേടിക്കാം. തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻ്റെ ആൻറ്റിമാരവിടെ ഇരിപ്പുണ്ട്. അപ്പം അവർ ഈ പൊതിച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഗവിയിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവിടുത്തെ പാക്കേജ് എടുക്കണം. അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡേ ടൈമിൽ പോയി വരുന്നവർക്ക് അവിടെ ഫുഡ് ഇല്ല. വേറെ റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫുഡൊന്നും കരുതാതെ വരുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ആൻറ്റിമാർ അവിടെ പൊതിച്ചോറ് പ്രൊവൈഡ് ചെയ്യും. അത് മേടിച്ചുകൊണ്ട് പോവാം. ഒരു പൊതിച്ചോറിന് 120 രൂപയേ ഉള്ളൂ. നമ്മൾ 2 പൊതിച്ചോറ് വാങ്ങി. അതൊക്കെ വാങ്ങി നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുക ഗവിയിലോട്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ നല്ല നല്ല എന്തെങ്കിലും സീനറി വന്നാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല. ഇനി വേണം എത്താൻ. ഇനി എത്ര ദൂരമുണ്ട്? 400 മീറ്റർ. ഓക്കെ, ഈ 400 മീറ്ററിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തും. ഇപ്പം മണി ഒരു 9:30 മണിയായി. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ കഴിക്കാനൊക്കെ നിർത്തി. അതാണ് ലേറ്റായത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ പറയാൻ. ഇനി എന്തെങ്കിലും കാര്യം വരുമ്പോഴേക്കും ഞാൻ വരുന്നതായിരിക്കും. ചെക്ക് പോസ്റ്റിൽ നിർത്തി. അവർ ചോദിച്ചത് ആകപ്പാടെ പാസും ലൈസൻസും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം അതൊക്കെ കാണിച്ച് പിന്നെ ഒരു ഫോൺ നമ്പർ എഴുതിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ അങ്ങ് വിട്ടു. ഇനി നല്ല ഡെൻസ് ഓക്കെ, അങ്ങനെ ഇറങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്താൻ പാടില്ല എന്ന്. വ്യൂ പോയിന്റുകളിൽ നിർത്തിയാൽ മതി. ഓക്കെ, വ്യൂ പോയിന്റിൽ മാത്രം നിർത്താനേ പാടുള്ളൂ. സേഫ്റ്റി മുഖ്യം ബിഗില്. പിന്നെ ഓൻ എന്നെ കണ്ടുകൂടിപ്പോയെന്ന് ഞാനൊരു കണ്ടു. നമ്മൾ കൊടും കാട്ടിൽ കൂടെയാണ് പോകുന്നത്. എന്ത് അടിപൊളി വ്യൂ ആണെന്ന് നോക്ക്. ആ മലയുടെ മണ്ടയ്ക്കൊക്കെ നോക്കാനായിട്ട്. ഇത്രയും ചെറിയ റോഡാണ് ഉണ്ടോ. അപ്പുറത്തുനിന്നൊരു വണ്ടി വന്ന് ഇങ്ങനെ ഒതുക്കേണ്ടിയൊക്കെ വരും. പിന്നെ അതേപോലെ തന്നെ റോഡ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മോശമാണ് കേട്ടോ. നല്ല കുഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രശ്നമില്ല. മൊത്തത്തിൽ നല്ല രസമുണ്ട്. കണ്ടോ, സൈഡ് വ്യൂ കണ്ടോ നിങ്ങൾ? ഭയങ്കര രസമാണ്. ഇത് മൊത്തത്തിൽ എടുക്കാനുണ്ട് സത്യം പറഞ്ഞ വീഡിയോ. പക്ഷേ എനിക്ക് എത്രത്തോളം എടുക്കണമെന്ന് അറിയത്തില്ല. വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. അപ്പം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ വരാം. ഇത് കണ്ടു ഗൈസ്. ഇടയ്ക്ക് ആ വ്യൂ അങ്ങ് മറഞ്ഞു പോയി. പക്ഷെ ആ ഒരു ബ്യൂട്ടി കണ്ടു. ബ്യൂട്ടി. ഇത് ഏത് ഡാമാണ്? This is മൂഴിയാർ ഡാം. നമ്മൾ പോകും തോറും കാട് കൂടുതൽ ഡെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് മുഴുവൻ
പഴയ കോമഡി അങ്ങ് കൊണ്ടുവരിക. സത്യം പറയാലോ, കുറച്ച് നേരം ഇങ്ങനത്തെ മളിച്ച കോമഡികളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇല്ല, ഞാൻ പിന്നെ വേറെ എവിടെ പൊട്ടി വിളിച്ചു വന്നോ? എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ മോന്ത കാണുന്നതിനേക്കാൾ നിങ്ങൾ അത്ര നേരം ഈ ഭംഗി ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അതെ, അതാരും കാണാതെ പോവരുത്. വ്യൂ നോക്കൂ. ഇവിടെ വരാതിരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോണ്ട് മിസ് ദിസ്. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും സീനറിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു മയിലിനെ കാണാമോ? മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന മയിൽ. എന്തൊരു വ്യൂ ആണിത്, രക്ഷയില്ലാത്ത വ്യൂ. നിങ്ങളിത് കാണുക. ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ എൻ്റെ ഭംഗി എത്രത്തോളം ക്യാപ്ചർ ആവുന്നുണ്ടെന്നറിയില്ല. ഈ സൈഡിൽ നല്ല പച്ചപ്പും അപ്പുറത്തെ സൈഡിൽ വെള്ളവും. ഭംഗി നോക്ക്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സ്ഥലം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഗൈസ്, നല്ല മഴയായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എത്രത്തോളം മൈക്കിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് കക്കി ഡാം കഴിഞ്ഞതുമാണ് മഴ പെയ്തു തുടങ്ങിയത്. ഞാൻ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞതും മഴ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അറിവിൽ കുറച്ച് 5-6 ഡാം പാസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ മഴയത്ത് ഇനിയിപ്പം അധികം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മഴ എങ്ങനെ തോർന്നിട്ട് ഇനി നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം കാണാം. ആനത്തോട് ഫ്ലാങ്കിങ് ഡാം അതാണിത്. നിങ്ങൾക്ക് മഴ കാരണം എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല. അപ്പോൾ മഴ ഏകദേശം തോർന്നു കേട്ടോ. കറക്റ്റ് നമ്മൾ അടുത്ത ഡാം എത്തിയതും തോർന്നു. വൈപ്പർ ഓഫ് ചെയ്ത് കണ്ടോ? നമ്മൾ ഇനി നോക്കിക്കോ, ഈ ഡാം കഴിയുന്നത് അടുത്ത മഴ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട ആ ഡാമിന്റെ ഏകദേശം അതേ വ്യൂ തന്നെയാ. പക്ഷെ മഴ കുറച്ച് ചെറുതാണ്. പക്ഷെ മഴ പെയ്ത് കുറച്ച് കോട കയറിയൊരു വ്യൂവും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ തേർഡ് ഡാം. നടന്നു പോകുന്ന വ്യൂ കണ്ടോ? നേരത്തെ മഴ കാരണം നേരത്തെ മറ്റേ കക്കി ഡാം ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഇപ്പം ഗവി മറ്റേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി അകത്ത് കയറിയിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഓരോ ഡാം ഞാൻ കാണിച്ചല്ലോ, ആ ഡാമിൻ്റെ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ പോലീസുകാർ കാണും. അപ്പം അവർ നമ്മുടെ എന്താ പറയുക, ലൈസൻസൊക്കെ വാങ്ങിയിട്ട് പേരും ഫോൺ നമ്പർ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കും ഓരോ ഡാമിൻ്റെ അവിടെയും. വീണ്ടും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു മരമുണ്ട്, പക്ഷെ എനിക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. നോക്കട്ടെ. ഈ കാണുന്നത് ആണോ മരം? അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ കയ്യിൽ കുറച്ച് പൈസ കരുതുക, ചില്ലറ. ഇപ്പം 100-ൻ്റെ ഒരു 6-7 നോട്ട് കരുതുക. കാരണം ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല, ഒട്ടും സിഗ്നൽ കിട്ടത്തില്ല. അപ്പം ഇപ്പോൾ ഇതാ ഗവി 3 ഡാമും കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ എത്തുന്നത്. അപ്പം ഇവിടെ എത്തുമ്പോഴേക്കും നമുക്കൊരു 85 രൂപ കൊടുക്കാനുണ്ട്. അപ്പം കാറിൻ്റെ ആണെന്ന് തോന്നുന്നത്, കാറും കൊണ്ട് പോകുന്നതിൻ്റെ ആയിരിക്കണം, എനിക്കറിയില്ല. ശ്രീ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ഒരു 85 രൂപ കൊടുക്കണം. അപ്പോൾ അത് ഗൂഗിൾ പേ ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. സോ ചില്ലറ എപ്പോഴും കരുതിയേക്കുക. യെസ്, അങ്ങനെ തുറന്ന് നമ്മൾ കയറിയിരിക്കുകയാണ്. വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ ഗവി തീരുമോ? ഐ സി. ഇതുപോലെ ഡീവിയേഷൻ, പക്ഷെ നേരത്തെ ഡാമിൻ്റെ അവിടെ ഇതുപോലെ താഴോട്ടൊരു കോൺക്രീറ്റ് റോഡുണ്ട് അവിടെ, പക്ഷെ ഇതുപോലെ ഡീവിയേഷൻ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം താറിട്ട റോഡ് നോക്കി അങ്ങ് പോയാൽ മതി. സോ ഗൈസ്, നല്ല മഴയാണ് വീണ്ടും. അപ്പോൾ ആകെ 3 ഡാമേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ്റെ എൻട്രൻസ് ഫീ ആണ്, വെഹിക്കിൾ എൻട്രൻസ് ഫീ ആണ് നേരത്തെ പേ ചെയ്തത് കേട്ടോ. നമ്മൾ ഇതുവരെയായിട്ടും ഗവി എത്തിയിട്ടില്ല. ഗവി എത്താൻ ഇനി ഒരു 10 കിലോമീറ്ററാണ് കാണിക്കുന്നത് ബോർഡ് നോക്കിയിട്ട്. പമ്പ ഡാം, നമ്മൾ അടുത്ത ഡാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാം തീർന്നിട്ടില്ല, നമ്മൾ കേട്ടത് ശരി തന്നെ. 4-5 ഡാമുണ്ട് ടോട്ടൽ. അത് കഴിഞ്ഞ് അതുവഴി നമ്മൾ കയറുന്നില്ല. അതുവഴി നമ്മൾ അതിൻ്റെ മണ്ടക്കൂടെ പോകത്തില്ല, അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോകത്തുള്ളൂ. അത് കാരണം കാണിക്കാൻ പറ്റാത്ത. അങ്ങനെ വീണ്ടും മഴ വരുന്നു പോകുന്നു. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടാവുമുണ്ടോ? പക്ഷെ എന്നാലും മറ്റേ പമ്പ ഡാം കഴിഞ്ഞ ഒരു പാലം വരുന്നുണ്ട്, നല്ലൊരു വ്യൂ ഉള്ള പാലം, നല്ല പഴയ സ്റ്റോണൊക്കെ വെച്ച് കെട്ടിയ പാലം. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങി, പക്ഷെ മഴ ചതിച്ചു, നമ്മൾ ഇറങ്ങി. അപ്പം നമ്മൾ ഗവി കഴിഞ്ഞല്ലേ, ഗവി പാസ് ചെയ്തില്ലേ? ഗവി എത്തി. നമ്മൾ അങ്ങനെ ഗവി എത്തിയിരിക്കുന്നു. ഇങ്ങനെ വരുമ്പം റോഡ് വളരെ വളരെ മോശമായി വരുന്നുണ്ട്. സൈഡിലൊക്കെ കുറെ ഏലം കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കണ്ടോ അപ്പുറത്തെ സൈഡില്. ദിസ് ഈസ് ഗവിയാർ ഡാം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് ഒരു പൂന്തോട്ടം എന്തോ ഉണ്ട്, ഗാർഡൻ. പക്ഷെ അവിടെ പാക്കേജ് എടുത്ത് വന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇപ്പോൾ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങും ആ ഗാർഡൻ്റെ അകത്തൂടെ ആയിരിക്കണം ബോട്ടിങ്ങിനുള്ള വഴി. അപ്പം അത് പാക്കേജ് എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമാണത് വരിക. എനിക്ക് തോന്നുന്നു അത് ഇൻക്ലൂഡഡ് ആയിരിക്കും, ഇത് ഫ്രീ ആയിരിക്കും, എനിക്കറിയില്ല. സോ യെസ്, സോ ആ ഡാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ എത്താറായപ്പോഴാ ബോർഡ് ഉണ്ട്, ഒരു കുള്ളാർ ഡാം എന്ന് പറഞ്ഞ് താഴോട്ടൊരു വഴിയുണ്ട്. അപ്പം പക്ഷെ അവിടെ എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്, അത് കാരണം പോകാൻ പറ്റിയില്ല. പിന്നെ നേരത്തെ ഉള്ളിടത്തും എനിക്ക് തിരിച്ചു പോയി വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്ന് പാർക്ക് ചെയ്യാനോ ഒന്നും സൗകര്യമില്ല. പക്ഷേ ഓൾറെഡി അവിടെ കുറേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് അതെടുക്കാത്തത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗവി എക്കോ ടൂറിസം എന്നുള്ള രീതിയിലൊരു ബോർഡും കഴിഞ്ഞ ഉടനെയാണ് ഈ ഗവിയാർ ഡാമും. അപ്പോൾ നമുക്ക് ആ ഡാമിൻ്റെ മണ്ടയിൽ കൂടെ പോകുമ്പോഴേക്കും നമുക്ക് സൈഡിൽ കാണാൻ പറ്റും കുറേ പേര് ബോട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ എനിക്ക് ആ ഒരു പോളിസി എന്തോ, പക്ഷെ വരുന്നവർ ഡേ പാക്കേജ് എടുത്ത് വരുന്നവർക്കും അത് പൈസ കൊടുത്തെടുക്കാൻ ഉള്ളൊരു ഓപ്ഷനെങ്കിലും വെക്കാമായിരുന്നു എന്ന് തോന്നി, അറ്റ്ലീസ്റ്റ് ഗാർഡൻ കാണാനെങ്കിലും. വ്യൂ കണ്ടോ ഇതൊരു ഭംഗിയാണ്. അതാ ഞാൻ പറഞ്ഞ, അതായിരിക്കും വ്യൂ പോയിന്റ് എന്ന്. ചിലപ്പോൾ അങ്ങോട്ടാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കായിരുന്നു, ഒരു വഴി പോലെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 9:30-10 മണി അടുപ്പിച്ചാണ് ആദ്യത്തെ ആ റേഞ്ച് ഓഫീസിലെത്തിയത്. അതേപോലെ തന്നെ 1 മണി ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറുമായി. നമ്മൾ കുറച്ചുകൂടെ ടൈം എടുക്കും എന്നാണ് പ്രതീക്ഷിച്ചത്, വൈകുന്നേരമൊക്കെ ആവുമെന്നാണ്
നമ്മൾ വിചാരിച്ചു. പക്ഷെ അത്രയൊന്നും ടൈം എടുത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ കാറ് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഗവി മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു റൈഡ്. പിന്നെ വേറൊരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് മഴ സമയത്ത് ഇവിടെ വിസിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ആനിമൽസിനെ കാണാൻ പറ്റില്ല. അപ്പം മാക്സിമം സമ്മർ ടൈമിൽ തന്നെ ഗവിയിൽ വരാൻ നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ട്, എന്തായാലും 1 മണിയല്ലേ ആയുള്ളൂ. അപ്പോൾ നമ്മളിനി പാഞ്ചാലി മേടും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ അത് കണ്ടിട്ടില്ല. ഞാൻ പോയിട്ടില്ലേ? യെസ്, അത് പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. അപ്പം അവിടെയും കൂടെ പോകാം, അവിടെ പോയിട്ട് കാണാം. നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിയത്. പക്ഷേ അവിടെ നിർത്തി കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ റോഡിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് കഴിച്ചത്. സോ പാഞ്ചാലിമേടിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു കാഴ്ചയാണിത്. 2 സൈഡും നല്ല തേയിലത്തോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് നമ്മൾ അവിടെ എത്തും തോറും. അപ്പോഴാണ് ഞാനൊരു വേറൊരു കാര്യം ആലോചിച്ചത്. അവിടെ എത്താറായപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാനിവിടെ വന്നിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എന്നുള്ളത്. അതവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയാം. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടല്ല പോകുന്നത്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഓൾറെഡി ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഇത്രയൊന്നും ഡെവലപ്ഡ് ആയിരുന്നില്ല. ഇങ്ങനെ ഒരു ആർച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അത്ര ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിൻ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ആർച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സൈഡിൽ നമ്മളൊരു റെസീപ്റ്റ് എടുക്കണം. ഒരു 10 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ. അതെടുത്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാനായിട്ട്. പിന്നെ ആ സൈഡിലുള്ള ആനയുടെ കയ്യിൽ നിന്ന്, തുമ്പിക്കൈയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന സംഭവം, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ ഗവിയിൽ പോയി ഒരു ആനേനെ പോലും കാണാതെ വന്നു. ഇവിടെ വന്നു മിസ്റ്റും കൊണ്ട് മഴയും കൊണ്ട് പോകുന്നു. ഇന്നത്തെ ട്രിപ്പ് വാസ് വണ്ടർഫുൾ. പക്ഷേ ഗവി കാണാൻ രസമുണ്ടായിരുന്നു. മുടിയൊക്കെ നനയുന്നു. മഴ ചാറി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.